ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, ഒരു കുഞ്ഞു ഇഫ്താർ വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തിന് കഴിക്കാൻ ഉണ്ടാക്കുന്നത് ആദ്യം കറിയാട്ടോ ഉണ്ടാക്കുന്നത്, ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്ന് പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മക്കൾക്കൊക്കെ പൊറോട്ട വേണമെന്ന് പറഞ്ഞപ്പം ഇപ്പച്ചി പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതിന് ചിക്കൻ മൺചട്ടിക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുമെന്ന് ചില കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാട്ടോ ചിക്കൻ കറി ഉണ്ടാക്കൽ. ചിക്കൻ കഴുകി മൺചട്ടിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. പിന്നെ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കട്ടോ. വഴറ്റിയിട്ട് ഉണ്ടാക്കുമ്പം ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെയായിട്ടും ഉണ്ടാക്കൽ. ഇതിങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ്, ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറി തന്നെ കാരം. അപ്പോൾ അതാ ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങും കേട്ടോ. അപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പം ഓരോരുത്തരും ഓരോരോ രീതിയിലല്ല ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. നോമ്പിന് അധിക ദിവസം ഇങ്ങനത്തെ കറി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കൽ. പത്തിരിക്കാണെങ്കിലും പാലപ്പത്തിക്കാണെങ്കിലും പൊറോട്ടയ്ക്കാണെങ്കിലും ഒക്കെ ഈ ഒരു തേങ്ങ വറുത്തരച്ച കറി കേട്ടോ. ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ തേങ്ങ വറുത്തരച്ച് കൊടുക്കും. ഈ ഒരു കറി തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കൽ. അപ്പോൾ സവാളയും തക്കാളിയും കിഴങ്ങൊക്കെ ഞാൻ അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം കേട്ടോ. ഞാൻ അപ്പം മറന്നുപോയി, പിന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ എരിവുള്ള മുളക് പൊടി 1/2 സ്പൂണും ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇനി മല്ലിപ്പൊടി കേട്ടോ ചേർക്കണത്. മല്ലിപ്പൊടി 2 സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തേങ്ങ വറുത്തെടുക്കണ സമയത്ത് കുറേശ്ശെ ചേർക്കും കേട്ടോ, മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ. അപ്പോൾ അതിന് കണ്ടിട്ടാണ് ഞാൻ അപ്പം ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു, വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, പൊടികളൊക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ നികന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കറിയല്ലേ ഉണ്ടാക്കണത്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അടുപ്പ് ഞാൻ അവിടെ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുപ്പ് കത്തിക്കണവർക്കാണ് സുഖമല്ലേ. അടുപ്പ് കത്തിച്ച് ശീലമായവർക്ക് ഗ്യാസ് ഇല്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ ഗ്യാസൊക്കെ കിട്ടാൻ പ്രയാസമല്ലേ. അപ്പോൾ ഇതേപോലെ പുറത്തൊരു അടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ സുഖമാണ്. പിന്നെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ചകിരിയും അതേപോലെ മട്ടലും ഒക്കെ കത്തും. അങ്ങനെ മഴക്കാലം ആകുമ്പോഴാണല്ലോ വിറകിന് കത്താനൊരു മടി ഉണ്ടാവും. അപ്പം വിറകൊക്കെ കത്തും, ഏത് വിറകാണെങ്കിലും കത്തും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. ഇനി ഇത് അവിടെ കിടന്നിട്ട് വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള തേങ്ങയൊക്കെ ചിരകിയിട്ട് വറുത്തെടുക്കുക. അപ്പോൾ തേങ്ങ ഞാനൊരു അരമുറി തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അത്താഴത്തിനും കറി ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കപ്പൊക്കെ ചുടാണെങ്കിൽ അതിക്കും കറി വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ തേങ്ങയൊക്കെ ചിരകി എടുക്കുന്നുണ്ട്. അങ്ങനെ അത് ചിരകി വെച്ചു. പിന്നെ ഇന്ന് നമുക്ക് ജ്യൂസായിട്ട് നമ്മളെ മുഹബത്ത് കാ സർബത്ത് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഞാൻ തേങ്ങ വറുത്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ ചീനച്ചട്ടിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ജീരകം ഇല്ലാത്തതുകൊണ്ട് ജീരക പൊടിയാണ്, നമ്മൾ വറുത്ത് പൊടിച്ച ജീരകം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്താലും മതി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ജീരകമായിക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ജീരകം പെരുംജീരകമാണ് കേട്ടോ ചേർക്കേണ്ടത്, വലിയ ജീരകം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് കൊടുക്കും നമ്മൾ കറിക്ക്. തേങ്ങയൊക്കെ വറുക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് വരും. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങ ഒന്നിങ്ങോട്ട് ചൂടായി ഒരു കുറച്ച് സമയം നമ്മൾ ഇതിലിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ ഒരു നനവൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ആദ്യം കുറച്ച് ചേർത്താൽ മതി, നമ്മൾ കറിയിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ 1/2 സ്പൂണ് പെരുംജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു പൊടിയുള്ള പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ തേങ്ങ വറുത്ത് ആയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. ഇനി ഇന്നിപ്പം സമൂസയാണ് കേട്ടോ ഉണ്ടാക്കണമെന്ന് വിചാരിക്കണത്. അപ്പോൾ സമൂസക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ആദ്യം പച്ചമുളക് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടാട്ടോ പിന്നെ ഞാൻ സവാള ഇട്ട് കൊടുക്കൽ.
പിന്നെ നിങ്ങളെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാ അൽഹംദുലില്ലാ ഒരുപാട് നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോക്ക് വരുന്നുണ്ട്. വീഡിയോ കാണുന്നത് ഇഷ്ടമാണ്, നമ്മൾ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കലുണ്ടെന്നൊക്കെ പറയലുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷം. പിന്നെ ഇപ്പോൾ കമൻസിന് റിപ്ലൈ തരാത്തത് എന്താ വെച്ചാൽ ഇപ്പോൾ എന്താ റമളാനല്ലേ, റമളാനാവുമ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒരുപാട് ചെയ്യാനില്ലേ. റമളാൻ മാസം ഇതാ വന്ന് ഇതാ പോയി എന്ന് പറഞ്ഞ പോലെയാണല്ലേ. അപ്പോൾ ഇത്ര എളുപ്പം കൊണ്ട് കഴിയാനായി. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഇബാദത്തും കാര്യങ്ങളൊക്കെ അതും വേണം ചെയ്യുക. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും പിന്നെ കമൻസിന് റിപ്ലൈ തരലും ഒക്കെ കൂടെ ആകുമ്പോൾ സമയം ഒരുപാടാവും. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഹോം ഷോപ്പിൻ്റെ വർക്കും ഇടയ്ക്കൊക്കെ അതും ഉണ്ടാവലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്നും വിചാരിക്കരുത്. ഇൻഷാ അല്ലാ ഏതായാലും ഇപ്പോൾ നോമ്പൊക്കെ കഴിയാനായില്ല. ഞാനിനി ഫ്രീ ആവുന്ന സമയത്ത് എല്ലാവരുടെ കമൻസിനും റിപ്ലൈ കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ റിപ്ലൈ കിട്ടണില്ല എന്ന് വിചാരിച്ചിട്ട് കമൻസ് ഇടാതെ നിൽക്കരുത് കേട്ടോ. നിങ്ങളെ കമൻറ്റാണ് എൻ്റെ മോട്ടിവേഷന്. അപ്പോൾ നമ്മളെ സമൂസൻ്റെ ഫില്ലിങ് ഇവിടെ ആയിക്കൊണ്ട് നിൽക്കുന്നത്. എനിക്ക് കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരണ്ടേ. അപ്പോൾ ഇനി ചിക്കൻ കറി എന്തായിക്കണമെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ കറി നോക്കിയപ്പോൾ വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്നേ കുറച്ച് ഒരു 2-3 പീസ് ചിക്കന് എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് സമൂസൻ്റെ ഫില്ലിങ് ഒക്കെ ഇട്ട് കൊടുക്കാനാട്ടോ. അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ കടിക്കുമ്പോഴേ അതൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് വേറെ ചിക്കൻ വേവിച്ചെടുക്കലൊന്നുമില്ല, ഇതൊന്നും ഇങ്ങനെ എടുക്കലാട്ടോ. അങ്ങനെ അത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ തേങ്ങയൊക്കെ വറുത്തതായിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അരച്ചെടുത്ത് നമുക്ക് കറിക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ചിഞ്ചുമോൾ ഇതാ നമ്മളെ മുഹബത്ത് കസർബത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിക്ക് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിനി അത് ഇട്ട് കൊടുത്തോണം കേട്ടോ. എനിക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേ വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിലും ഈ വത്തക്ക ഇഷ്ടമാണ് കേട്ടോ. വത്തക്ക ഇവിടെ കൂടുതൽ കഴിക്കുന്ന ആൾ ഞാനാണ്. അത് അങ്ങനെ എടുത്ത് പെറുക്കി കഴിക്കും. അപ്പോൾ അത് അധിക ദിവസം ഉണ്ടാവലുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയായി. പിന്നെ കുട്ടികൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടേ നമുക്ക് തന്നെ എല്ലാം എടുത്താണ്ട് കുഴങ്ങാനൊന്നുമില്ല. ഓരോ ജോലികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കും സുഖമാണ്. അപ്പോൾ നമ്മൾ സമൂസൻ്റെ ഫില്ലിങ് അവിടെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താ നമ്മൾ കിഴങ്ങൊക്കെ ചേർത്തില്ലേ, കിഴങ്ങൊക്കെ വെന്തിക്കണം കേട്ടോ. ഇനി അതിക്ക് ഇപ്പോൾ ഞാൻ ചിക്കൻ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായിട്ടുണ്ട് കേട്ടോ. ഇനി സമൂസ ചുറ്റിയെടുക്കണം. അപ്പോൾ അതിന് മുന്നേ തേങ്ങ വറുത്തരച്ചത് കറിക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി സിമ്പിളാട്ടോ. ഞാൻ ഉണ്ടാക്കണ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അധികം സമയവും വേണ്ട. പിന്നെ കുറേ തക്കാളിയും ഉള്ളിയിട്ട് വഴറ്റാനും ഒന്നും നിൽക്കണ്ട. ഒക്കെ ഇട്ടാണ്ട് ചിക്കനും ഇട്ട് തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചാൽ മതി. മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് പിന്നെ തേങ്ങ വറുത്ത് അരക്കണം എന്നുള്ളൂ. വേറെ വലിയ റിസ്ക് ഒന്നുമില്ല. അങ്ങനെ തേങ്ങ വറുത്തരച്ചതൊക്കെ കറിക്ക് ഒഴിച്ചു കൊടുത്തു. അത് അടച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം അങ്ങോട്ട് തിളക്കട്ടെ കേട്ടോ. നമ്മൾ തേങ്ങ വറുത്തപ്പോഴും കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോൾ ഇനി നമുക്ക് ആ സമയം കൊണ്ട് സമൂസ ഉണ്ടാക്കാം. സമൂസ ചുറ്റാൻ ആദ്യമൊന്നും അറിയില്ല. ഇനി നമ്മൾ തറവാട്ടിലൊക്കെ അതിനൊന്ന് കുറേ വർഷം മുന്നേ ഞങ്ങൾ അടുത്ത വീട്ടിലത്തെ കാക്കയാണ് കേട്ടോ എന്നെ ഇത് പഠിപ്പിച്ചത്. ഓരുണ്ടാക്കിയപ്പോൾ ഞാൻ ഓരോരുത്തർ പോയി നോക്കി ഇന്ന് ഓലുണ്ടാക്കണത് കണ്ടാണ്ട് അങ്ങനെ പഠിച്ചതാണ് കേട്ടോ. അന്നൊന്നും ഇങ്ങനെ യൂട്യൂബൊന്നുമില്ല. ഇപ്പോൾ എന്ത് നമുക്കറിയില്ലെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. യൂട്യൂബ് ഉണ്ടാവും, പക്ഷേ നമുക്ക് അങ്ങനത്തെ ഫോണും നെറ്റും കാര്യങ്ങളൊന്നും അന്നില്ല. ഇനി കേട്ടോ കുറേ വർഷമായില്ലേ, ഒരുപാട് വർഷമായി. എന്നാലും അന്ന് പഠിച്ചതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ചിഞ്ചുമോക്ക് ഇത് ശരിക്കും അറിയില്ല. ഇത് ചുറ്റുമ്പോഴേ ഈ കോണിൻ്റെ അവിടെയൊക്കെ കുറച്ച് വലിയ ഹോൾസ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എണ്ണ കയറും. അപ്പോൾ ഞാൻ പറയും ഉണ്ടാക്കേണ്ട അറിയും. അപ്പോൾ ഓളറിഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തന്നെ അല്ലേ അമ്മച്ചിയെ പഠിച്ചാൽ പറയും കേട്ടോ. അപ്പോൾ ഓളും ഞാൻ ഉണ്ടാക്കണ കണ്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കി ഇപ്പോൾ ഓളും പഠിച്ചിക്കണം കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഉണ്ടാക്കുമ്പം അങ്ങനെയാണല്ലോ, വലിയ ഹോൾസൊക്കെ ആയിക്കാരം. പിന്നെ അങ്ങനെ റെഡിയാവും. അങ്ങനെ ഓളും കൂടെ സമൂസ ചുറ്റാൻ നിന്നപ്പോൾ പിന്നെ ഞാൻ അത് വേഗം പൊരിച്ചെടുക്കണമുണ്ട്. അപ്പോൾ സമൂസ പിന്നെ നമ്മളമ്മക്കും അനിയത്തിക്കുട്ടിക്കൊക്കെ ഓർക്കും കൊടുത്തയക്കും. പിന്നെ ഇന്നിപ്പോൾ എൻ്റെ ഉമ്മയുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ചധികം തന്നെ സമൂസ ഉണ്ടാക്കിയിരിക്കണമെന്ന്. പിന്നെ അതാ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ടായിന്. അപ്പം ചെറിയ ഉള്ളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് കറിയൊക്കെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളെ ചിക്കൻ കറി സെറ്റായി. അതേപോലെ തന്നെ സമൂസയായി. തറവാട്ടിക്ക് കൊടുത്തയക്കാനുള്ളതൊക്കെ കൊടുത്തയച്ചു. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് എന്നുള്ള പോലെ തന്നെ വത്തക്ക തന്നെയാണെന്നുള്ളത് അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സമയം. അപ്പോൾ പൊറോട്ട എത്തിയിട്ടില്ല. പൊറോട്ട ഇനി ബാബു വരുമ്പോഴാട്ടോ കൊണ്ടുവരുള്ളൂ. കട അടച്ച് പോരും നോമ്പ് തുറക്കാനാവുമ്പോൾ. അങ്ങനെ പിന്നെ ബാങ്ക് കൊടുക്കാനൊക്കെ ആയി സമയം. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ മുഹബത്ത് സർബത്തൊക്കെ കുട്ടികൾ പറയുന്ന പേരാട്ടോ ഇതിന്. ഇത് തന്നെയാണോ ഇതിന് പറയലെന്നൊന്നും എനിക്കറിയില്ല. കുട്ടികൾ അങ്ങനെ പറയുമ്പോൾ ചെന്ന് മുഹബത്ത് സർബത്ത് ഉണ്ടാക്കട്ടെ ചോദിക്കും. അങ്ങനെ പറയുന്ന കേട്ടോ ഞാനും. അപ്പോൾ അത് ഗ്ലാസ്സൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് സ്പൂൺ കൊണ്ട് കോരി കഴിക്കേണ്ടി വരും. അങ്ങനെ അതൊക്കെ ഗ്ലാസ്സൊക്കെ ഒഴിച്ചു കൊടുത്ത് ടേബിളൊക്കെ സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സമയം. അപ്പോൾ ഉമ്മയും കൂടെ ഉണ്ടായതുകൊണ്ട് ഒരു സന്തോഷമാണ്. ഉമ്മ ഇപ്പോൾ 2 ദിവസമായില്ലേ വന്നിട്ട്.
അപ്പോൾ ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ അല്ല കേട്ടോ, രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ പൊറോട്ടയൊക്കെ കൊണ്ടുവന്നു, നല്ല ചൂടുള്ള പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തറവാട്ടിക്ക് പൊറോട്ട കൊടുക്കാനപ്പോൾ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ ഒന്ന് പൊറോട്ടയൊക്കെ കൊടുത്തത്. കാരണം ബാങ്ക് കൊടുത്തിക്കണ് ബാബു വന്നപ്പം, അങ്ങനെ ആ സമയത്ത് പിന്നെ പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണ്. നിങ്ങളൊക്കെ അതേപോലെയാണോ ഉണ്ടാക്കലെന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അധികം ആൾക്കാരും ഇങ്ങനെയൊക്കെ തന്നെ ആവും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുകൊണ്ട്. പിന്നെ പഴയ ചിക്കൻ കറി ആട്ടോ, ഇത് പഴയകാല ചിക്കൻ കറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ ഒക്കെ ന്യൂ ജനറേഷൻ അല്ലേ, ഒരിക്കൊന്നും ഇങ്ങനത്തെ ഒന്നും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടോ, പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്നതിന് ശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്